അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബനുമുമിനീങ്ങളെ, ഒരു ഉമ്മയും ഒരു മകളും എൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വേണ്ടി വന്നു. എന്നിട്ട് ആ മകളുടെ പ്രശ്നങ്ങൾ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്കതിന് പരിഹാരം കണ്ടെത്താം, ചികിത്സിക്കാം, മന്ത്രിച്ചുകൊണ്ട് ഈ രോഗത്തിന് പരിഹാരം കണ്ടെത്താം. അപ്പോൾ ഉമ്മ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. അതുപോലെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ആ ഉമ്മ ചോദിച്ചത്, ഉസ്താദെ, മന്ത്രിച്ച് പൂർണ്ണമായും മാറ്റിത്തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, നമുക്ക് ഭേദമാക്കാനുള്ള കഴിവില്ല. അള്ളാഹുവാണ് സുഖപ്പെടുത്തുന്നത്. റബ്ബാണ് രോഗം നൽകുന്നവനും രോഗം സുഖപ്പെടുത്തുന്നവനും അവൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്കതിനൊന്നും അർഹതയില്ല. നമ്മൾ ഖുർആൻ മന്ത്രിക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്തുകൾ ചൊല്ലുന്നു, തവസ്സുൽ ബൈത്ത് ചെയ്യുന്നു, മഹത്തുക്കളെ തവസ്സുൽ ചെയ്തുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ആ ഉമ്മാക്ക് നല്ല സന്തോഷമായി. എന്നിട്ട് രണ്ടാമത് ചോദിച്ചു, ഉസ്താദ്, നിങ്ങൾ മന്ത്രിക്കുന്നത് ഒറ്റക്കാണോ? ഞാൻ ചോദിച്ചു, മന്ത്രിക്കാരൻ്റെ കൂടെ 2-3 പേരുണ്ടാവും. അങ്ങനെ ചോദിച്ചതല്ല, പെൺകുട്ടിയെ ഒറ്റക്കിരുത്തി റൂമിൽ മന്ത്രിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉമ്മാട് ചോദിച്ചു, നിങ്ങളെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, പലരും അങ്ങനെ മന്ത്രിക്കുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ 2-3 സ്ഥലത്ത് പോയപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് യഥാർത്ഥ ഉമ്മ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് മന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ കൊടുക്കാൻ പാടില്ല. മന്ത്രിക്കേണ്ടത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഖുർആനും ദിക്റും സ്വലാത്തും അതുപോലെ തവസ്സുൽ ബൈത്തും ഇതൊക്കെ ചൊല്ലിയാണ് മന്ത്രിക്കുന്നത്. ആ മന്ത്രിക്കുമ്പോൾ മഹാന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ, റബ്ബിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ അന്യ സ്ത്രീയെ ഒറ്റയ്ക്ക് മന്ത്രിക്കാൻ പാടില്ല. അങ്ങനെ മന്ത്രിക്കുന്നത് തെറ്റാണ്. അതിലേക്ക് നിങ്ങൾ ആരും ചെന്ന് പോകരുത് എന്ന് ഞാൻ ഉമ്മയെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്,